എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭജഗോവിന്ദത്തിലെ 3-ാമത്തെ ശ്ലോകമാണ്. അതിൻ്റെ വ്യാഖ്യാനവും. നാരീസനപരനാഭീദേശം ദൃഷ്ടാമാഗമോഹാവേശം ഏതന്മാംസവസാദിവികാരം മനസി വിചിന്തയ വാരം വാരം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. നാരീസ്തനഭരനാഭീദേശം ദൃഷ്ട്വാ, നാരികളുടെ തുംഗസ്തനങ്ങളും നാഭീദേശവും കണ്ട് മോഹാവേശം മാക ഭ്രമിക്കേണ്ട. ഏതദ്മാംസവസാദി വികാരം, ഇതൊക്കെ മാംസം, കൊഴുപ്പ് തുടങ്ങിയ മലിന വസ്തുക്കളുടെ വകഭേദം മാത്രമാണ് എന്ന്. വാരം വാരം മനസ്സി വിചിന്തയ, വീണ്ടും വീണ്ടും മനസ്സിൽ ചിന്തിക്കൂ. ധനാഗമ തൃഷ്ണ അല്ലെങ്കിൽ ധനസമ്പാദന കൊതി വെടിയാൻ കഴിഞ്ഞ ശ്ലോകത്തിൽ സാധകരെ ഉപദേശിക്കുകയുണ്ടായി. ഇവിടെ സ്ത്രീഭോഗത്തിനുള്ള കാമത്തെ വിടാൻ ഉപദേശിക്കുന്നു. ധനം, സ്ത്രീ അഥവാ കാഞ്ചനം, കാമിനി ഇവയ്ക്കെതിരെ ഉപനിഷത്കാലം തൊട്ട് ഇന്നോളമുള്ള സർവ്വ ആചാര്യന്മാരും സാധകർക്ക് താക്കീത് നൽകിയിട്ടുള്ളതായി കാണാം. ധനത്തെയോ സ്ത്രീയെയോ അവഹേളിക്കുകയല്ല അവരുടെ ഉദ്ദേശം. ഒരു ശാസ്ത്ര സത്യത്തെ അവർ പ്രഖ്യാപിക്കുന്നു എന്നേയുള്ളൂ. കാമിനി കാഞ്ചനങ്ങളുടെ നേരെയുള്ള ആസക്തി സർവ്വസാധാരണമത്രേ. കൂടുതൽ ധനം സമ്പാദിക്കണം, സ്ത്രീസേവ ചെയ്യണം, സാമാന്യ ബുദ്ധിയുള്ള സർവ്വ മനുഷ്യരും ഒരുപോലെ ആഗ്രഹിക്കുന്ന 2 കാര്യങ്ങളാണിവ. ശാന്തിയും സംതൃപ്തിയും നേടുക എന്ന ഏക ലക്ഷ്യത്തെ മുൻനിർത്തിയാണല്ലോ സർവ്വജീവികളും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ദുഃഖനിവർത്തിക്കും സുഖപ്രാപ്തിക്കുമുള്ള സഹജവാസന എല്ലാവരെയും എപ്പോഴും കർമ്മത്തിൽ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവിധത്തിലുള്ള ഭയശങ്കകളും പോരായ്മകളും ഇല്ലായ്മ ചെയ്യാനാണ് മനുഷ്യൻ കാഞ്ചനത്തിന് പിന്നാലെ പായുന്നത്. സമ്പത്ത് കൊണ്ട് ഒഴിവാക്കാം, നിർഭയനായി ജീവിക്കാം എന്നാണ് അവൻ്റെ ധാരണ. ഭയം, അനിശ്ചിതത്വം, ആശങ്ക തുടങ്ങിയ ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനായി തനിക്ക് ചുറ്റും വിത്തം കൊണ്ട് അല്ലെങ്കിൽ ധനം കൊണ്ട് കോട്ട കെട്ടാമെന്നാണ് അവരുടെ വ്യാമോഹം. കോടീശ്വരനായാലും ശരി, കിട്ടിയത് പോരാ ഇനിയും വേണമെന്ന ലോഭം വർദ്ധിച്ചു വരുന്നതല്ലാതെ അലംഭാവമോ അസംതൃപ്തിയോ ഉണ്ടാവുന്നില്ല. 10 കിട്ടുകിൽ 100 മതിയെന്നും 100 സഹസ്രം മതിയെന്നും 1000 പണം കയ്യിലുണ്ടാകുമ്പോൾ അയതുമാകിൽ ആശ്ചര്യമെന്നതും ഇങ്ങനെയാണ് തൃഷ്ണയുടെ പോക്ക്. ഇനി ഏതാണ്ടൊരു സുരക്ഷിതത്വമോ നിർഭയത്വമോ കൈവന്നുവെന്നിരിക്കട്ടെ, അപ്പോഴത്തെ ആശ കൂടുതൽ അധികാരം കൈയടക്കാമെന്നായിരിക്കും. എല്ലാം തൻ്റെ സ്വാധീനത്തിൽ വരണം, തൻ്റെ സുഖത്തിനായി വരണം. അങ്ങനെ വിഷയലാലസയ്ക്ക് വശംവദനായി ചമയുന്ന മനുഷ്യൻ കാമിനികൾക്ക് പിന്നാലെ പായുകയായി. കാമിനി കാമനയുടെ ദൂഷ്യത്തെ ചൂണ്ടിക്കാട്ടുമ്പോഴെല്ലാം അതിൻ്റെ വിപുലമായ അർത്ഥം ധരിക്കേണ്ടതാണ്. പുരുഷന് സ്ത്രീയോടുള്ള സ്വാഭാവികമായ ആകർഷണത്തെയും അതുപോലെ സ്ത്രീക്ക് പുരുഷനോടുള്ള സഹജമായ അഭിനിവേശത്തെയും അത് സൂചിപ്പിക്കുന്നു. രണ്ടായാലും ഫലം ഒന്ന് തന്നെ, ദുഃഖം. ഇരുവരും ഒന്നിച്ച് ദുഃഖഗർത്തത്തിലാണ് ചെന്നു പതിക്കുക. സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ബന്ധം സ്വാഭാവികമാണ്. വിവേകബുദ്ധിയുള്ളവന് മാത്രമേ ഈ ചോദനയെ ശരിയാമണ്ണം നിയന്ത്രിക്കണം, വശമാക്കണം, ശുദ്ധവും പാവനവുമാക്കി തീർക്കണം. വിവേകബുദ്ധിയുള്ളവന് മാത്രമേ ഇത് സാധിക്കൂ. മൃഗത്തിന് ഇത് സാധ്യമല്ല. കാരണം നൈസർഗിക വാസനാ പ്രേരണകൾക്ക് അനുസരിച്ച് പെരുമാറുക എന്നതാണ് അവയുടെ പ്രകൃതം അഥവാ ധർമ്മം. എന്നാൽ ഇന്ദ്രിയ വിഷയങ്ങൾ ഭുജിക്കണമെന്ന നൈസർഗിക പ്രേരണശക്തിയെ വിവേകയുക്തമായ ബുദ്ധി ഉപയോഗിച്ച് കടിഞ്ഞാണിടാനും നിയന്ത്രിക്കാനും വേണ്ട വഴിക്ക് നയിക്കാനും അങ്ങനെ സാവധാനം അതിനെ പവിത്രമാക്കി മാറ്റാനും മനുഷ്യന് കഴിയും. അതത്രേ മനുഷ്യൻ്റെ മഹത്വവും. ആരംഭദശയിൽ ഈ സാധന കുറെ വിഷമം പിടിച്ചതായി സാധകർക്ക് അനുഭവപ്പെടും.
ശരീരധർമ്മത്തിന് ഇത് എതിരാണെന്നതു തന്നെ കാരണം. കാലം കൊണ്ട് മനുഷ്യൻ്റെ ആന്തര വ്യക്തിത്വം വികസിച്ച് പരിപാവനമായ പരിമളം ചുറ്റും പരത്താൻ തുടങ്ങും. നൈസർഗിക വാസനകളുടെ ഒഴുക്കിനെ നിയന്ത്രിച്ച് ബുദ്ധിസമ്മതമായ വഴിയിലൂടെ തിരിച്ചുവിടുന്ന ഈ പ്രക്രിയയ്ക്ക് പ്രതിപക്ഷ ഭാവന എന്നാണ് യോഗശാസ്ത്ര സംജ്ഞ. നമ്മുടെ ആധ്യാത്മിക ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പ്രസ്തുത പ്രക്രിയയെ ആസ്പദമാക്കിയുള്ള സാധനാവിധികൾ സുലഭമാണ്. വിഷയസേവയിലൂടെ കായികശക്തി ചോർത്തിക്കളയുന്ന മനുഷ്യൻ്റെ വിവേകശൂന്യതയ്ക്ക് പരിഹാരമായ സമർത്ഥമായൊരു ചിന്താരീതി ശ്രീ ശങ്കരൻ ഇവിടെ അവതരിപ്പിക്കുന്നു. ചർമ്മത്തിൽ പൊതിഞ്ഞുവെച്ച മാംസവും കൊഴുപ്പും ഇതിൽ എന്തിനാണ് കമനീയത? അറപ്പും വെറുപ്പും ജനിപ്പിക്കുന്ന വെറും മലിന പദാർത്ഥങ്ങൾ. അവയുടെ യഥാർത്ഥ സ്വരൂപം നിങ്ങൾക്ക് മനസ്സിൽ കാണാൻ കഴിഞ്ഞാൽ ജുഗുപ്സാവഹമായ വസ്തുക്കളാണ് ആ മോഹന രൂപത്തിലെ ഘടകങ്ങൾ എന്നറിയാൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിനോടുള്ള എന്തെന്നില്ലാത്ത ഭ്രമം നീങ്ങിപ്പോവും. ബാഹ്യദൃഷ്ടിക്ക് ആകർഷകമായി തോന്നുന്നത് അന്തർദൃഷ്ടിക്ക് ജുഗുപ്സാവഹമായി കാണാം. അങ്ങനെ അതിനോടുള്ള അഭിനിവേശം തനിയെ നീങ്ങിക്കൊള്ളും. ഈ നിലയ്ക്കുള്ള പ്രതിപക്ഷ ഭാവന കൊണ്ട് വേണം മനസ്സിനെ ഉദ്ബുദ്ധമാക്കുക. എന്നാൽ പിന്നെ നശ്വരങ്ങളും മലിനങ്ങളുമായ ഭോഗ്യവിഷയങ്ങളുടെ പിന്നാലെ സുഖവും തേടി മനസ്സ് അലഞ്ഞുതിരിയില്ല. ഇപ്രകാരം ഭജഗോവിന്ദത്തിൻ്റെ തുടക്കത്തിൽ തന്നെ സാധകരുടെ ഏറ്റവും ബലവത്തായ രണ്ട് വ്യാമോഹങ്ങളെ, ധനതൃഷ്ണയെയും മാംസദാഹത്തെയും ശ്രീ ശങ്കരൻ ശമിപ്പിക്കുന്നു. ഈ രണ്ടും കാമിനി കാഞ്ചന ഭ്രമങ്ങൾ നീങ്ങിയാൽ സാധകൻ്റെ ബഹിർമുഖത്വം പോവും. മനസ്സിനെ വെളിയിലേക്ക് തള്ളിവിടാൻ ഉള്ളിൽ ഇന്ധനം അവശേഷിക്കുന്നില്ലെന്നർത്ഥം. എന്നാൽ ഈ അവസ്ഥ കൈവരിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. വന്നാൽ തന്നെ നിലനിർത്തുകയും എളുപ്പമല്ല. ജന്മജന്മാന്തരങ്ങളിലായി പരിണാമപ്രക്രിയയുടെ എണ്ണമറ്റ ശ്രേണികളിലൂടെ ഏറ്റവും താഴെ നിന്ന് മെല്ലെ മെല്ലെ കയറിയാണ് നാം ഇന്നത്തെ നിലയിലെത്തിയിട്ടുള്ളത് എന്നോർക്കണം. ആ നീണ്ട യാത്രയിൽ നാം ആർജിച്ചുപോയ പ്രബല വാസനയത്രേ താനും തൻ്റെ വംശവും നിലനിർത്തണമെന്ന ആശ. ഈ നൈസർഗിക വാസനയ്ക്ക് അതീതമാവുക എന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമത്രേ. അതിന് നിരന്തരാഭ്യാസം വീണ്ടും വീണ്ടും കൂടിയേ കഴിയൂ എന്ന് പറയേണ്ടതില്ലല്ലോ. വിവേക ചൂടാമണിയിലും ഈ ആശയം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. വിഷയവസ്തുക്കളുടെ മധ്യത്തിലാണ് നാം ജീവിക്കുന്നത്. അവ നമ്മോട് കുസൃതി കാട്ടിക്കൊണ്ടും ഇരിക്കുന്നു. എന്നാൽ നാം അവയെ ശരിയായ നിലയിൽ കാണുന്നുണ്ടോ? അവയുടെ തനിനിറം നാം അറിയുന്നുണ്ടോ? തൻ്റേതായ വിചിത്ര സങ്കല്പങ്ങൾ കൊണ്ട് അലങ്കാരം ചാർത്തിയ മട്ടിലാണ് വിഷയവസ്തുക്കളെ മനുഷ്യൻ കാണുന്നത്. സ്വന്തം ഉള്ളിലെ രാഗദ്വേഷങ്ങൾ കൊണ്ട് മൂടുപടമിട്ട് വിഷയങ്ങളെ കാണാൻ അവന് ഒരു വിശേഷ സാമർഥ്യം തന്നെയുണ്ട്. അതിനാൽ ലോകത്തെ യഥാതഥമായി നാം കാണുന്നില്ല. സ്വന്തം മനസ്സിൻ്റെ സംസ്കാരമനുസരിച്ചേ കാണുന്നുള്ളൂ. സമീപ നിരീക്ഷണത്തിലൂടെയും സൂക്ഷ്മ ഗവേഷണത്തിലൂടെയും ശാസ്ത്രീയ പഠനത്തിലൂടെയും പറയപ്പെട്ട വീക്ഷണദൂഷ്യത്തെ നീക്കാവുന്നതാണ്. നാം കൊടുക്കുന്ന കൃത്രിമ നിറപ്പകിട്ട് ഒഴിവാക്കി സ്വതേയുള്ള രൂപത്തിലും നിറത്തിലും വിഷയങ്ങളെ കാണാവുന്നതാണ്. ഇരുട്ട് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സന്ധ്യാവേളയിൽ തിളക്കമുള്ള ഒരു വസ്തു അല്പം അകലെ നിലത്ത് കിടക്കുന്നതായി കാണുന്നു. അന്വേഷണ ബുദ്ധിയോടെ അതിനടുത്ത് ചെല്ലുമ്പോൾ ആ വസ്തു നിരർത്ഥകമാണെന്ന് ബോധ്യമാവുകയും ഉപയോഗശൂന്യമായി അതിനെ നാം ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. കാമിനി കാഞ്ചനങ്ങൾ സ്വയമേവ മനുഷ്യന് ഭീഷണിയല്ല. കുഴപ്പം അതല്ല, അവയെപ്പറ്റി പലതും നാം പകൽ കിനാവ് കാണും. ഇല്ലാത്ത മൂല്യം അവയ്ക്ക് കൽപ്പിക്കുകയും ചെയ്യും. അങ്ങനെ വ്യാമോഹിതനായി അവയെ നേടാനും ഭുജിക്കാനുമുള്ള അധ്വാനത്തിൽ ഉള്ള ശക്തി മുഴുവൻ നാം ചോർത്തിക്കളയുകയാണ്. ഈ ഭ്രാന്തിയും തജ്ജന്യമായ വിഷയ അഭിനിവേശവുമാണ് സ്വസ്വരൂപമായ ആനന്ദ സാമ്രാജ്യത്തിൽ നിന്നും മനുഷ്യനെ നാടുകടത്തുന്നത്. ഓം തത്സത്. സർവം കൃഷ്ണാർപ്പണം.